എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി, കുറേ പേര് അതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. പക്ഷേ വേറെ കുറേ ആൾക്കാർ ഇപ്പോഴും അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട്. അവർക്ക് വല്ല വർക്കലോ പൊരിക്കലോ പുഴുങ്ങലോ അല്ലെങ്കിൽ വല്ല ടിക്ടോക്കൊക്കെ കാണാനോ അതിനൊക്കെ ആയിരിക്കും നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്നുകൂടി പറയണം, കാരണം ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ സ്റ്റോക്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും സ്റ്റോക്സ് 3 തരമുണ്ട്, അല്ലെങ്കിൽ 3 തരത്തിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തേത് ലോങ് ടേം സ്റ്റോക്സ് ആണ്. അതാണ് ഉള്ളതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വലിയ തലവേദന ഇല്ലാതെ വലിയ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം സ്റ്റോക്സ് ആണ്. പിന്നെ രണ്ടാമതുള്ളതാണ് ഷോർട്ട് ടൈം സ്റ്റോക്സ്. അത് വളരെ ചെറിയൊരു പീരീഡ് ടൈമിലേക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നതിനാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് ഉള്ളതാണ് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് സെയിം ഡേ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിങ്ങിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലോങ് ടൈം സ്റ്റോക്കിനെ പറ്റി സംസാരിക്കാം. ലോങ് ടൈം സ്റ്റോക്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും അതിൻ്റെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ലോങ് റേഞ്ച്, അതിൻ്റെ ഒരു ബിഗ് പിക്ചർ, അതിൻ്റെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി 10 കൊല്ലം കഴിഞ്ഞ് എവിടെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമ്മളൊരു ലോങ് ടൈം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊഡാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് ഫിലിംസ് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ക്യാമറാസ് ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ മുന്നിൽ നിന്നൊരു കമ്പനിയായിരുന്നു. ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷേ ഡിജിറ്റൽ ക്യാമറയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ കമ്പനി ബാങ്ക്രപ്റ്റായി, അല്ലെങ്കിൽ അവരുടെ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ജോലി പോയി. കൊഡാക്ക് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പല കാര്യങ്ങളും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കമ്പനിയുടെ ബാലൻസ് എത്രയാണ്, അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തോരുണ്ട്, ആ കമ്പനിക്ക് കുറേ ലോണൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ കട എടുത്തിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും റിസർച്ച് ചെയ്തിട്ട് വേണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ. അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു 10 കൊല്ലത്തിനുള്ളിൽ അവരുടെ ഒരു ബിസിനസ് പ്ലാൻ എന്താണ്, അവർക്ക് പുതിയ പ്രൊഡക്റ്റുകൾ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അത് ഇത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഭാവിയിൽ അടുത്ത കാലത്തെങ്കിലും അതിനൊരു നഷ്ടം വരില്ല, അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് തിരിക്കാനായിട്ട്. പുതുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായും ലോങ് ടേം ആണ്. കാരണം അതാണ് കുറച്ചുകൂടിയും ഒരു റിസ്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ളൊരു രീതിയിലുള്ള ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഷോർട്ട് ടേം ആയാലും ഡേ ട്രേഡിംഗ് ആയാലും കുറച്ചുകൂടി റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ ഒരു പുതിയ ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല അല്ലെങ്കിൽ കൂടുതൽ നോളജൊന്നുമില്ല എന്ന് പറയുന്ന അവർക്കാണെങ്കിൽ കൂടി ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു റിസർച്ച് നടത്തി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രോക്കേഴ്സ് എന്താണ്, ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ വിട്ടുപോയൊരു കാര്യമാണ്, നിങ്ങൾ കാനഡയിലുള്ളവരാണെങ്കിൽ വെൽത്ത് സിമ്പിൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു $5 കിട്ടും. ആ $5 കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ നിക്ഷേപിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അതിൽ ട്രേഡിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഫ്രീ ആയിട്ട് അറിയാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി US-ലുള്ളവർക്ക് വേണ്ടിയിട്ട് Webull ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു 1400 വാല്യൂ ഉള്ള സ്റ്റോക്സ് ഇഫ് യു ആർ ലക്കി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണവും നടത്താതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും താഴെയുള്ള ലിങ്ക് വഴി ഈ 2 ഓപ്ഷൻസും നിങ്ങൾ ചെക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണെന്ന് അറിയില്ല, വ്യൂവേഴ്സിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു ബോറിംഗ് സബ്ജക്റ്റ് ആണെന്ന് അറിയാം, എങ്കിൽ കൂടി ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് കളിയും കാര്യമൊക്കെ ആയിട്ട് പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വരും വീഡിയോസിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്തേക്ക് എല്ലാവരെയും ശ്രദ്ധ തിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതെന്താണെന്ന് കാണണം, എന്താണെന്ന് നോക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നത് ഡേ ട്രേഡിങ്ങിനെ പറ്റിയും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, മടിക്കരുത്. കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്നെ നേരിട്ടോ എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റെഫർ ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.